റഹ്മാൻ റഹീം. നമ്മൾ ഖത്തറുന്നത എന്ന കിതാബാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഖത്തറുന്നത എഴുതിയ മുസന്നിഫിനെ കുറിച്ച്, മുസന്നിഫ് എന്നല്ല നമ്മൾ പറയാം, മുസന്നിഫ് ഖത്തറുന്നത എഴുതിയ മുസന്നിഫിനെ കുറിച്ച് ചെറിയ ഒന്ന് പരിചയപ്പെടുത്തലാണ്. വോയിസ് ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മള് ഖത്തറുന്നത എഴുതിയ മുസന്നിഫ് അതിന്റെ വിശദീകരണം എഴുതിയ, വ്യാഖ്യാനം എഴുതിയ ഉസ്താദിനെ കൂടി പരിചയപ്പെടും. ഇതിന്റെ നോട്ട് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട്. അത് സൗകര്യം പോലെ വായിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം കേട്ടോ. മുഴുവൻ പേര് സ്ക്രീനിൽ കാണാലോ. അബൂ മുഹമ്മദ് അബ്ദുല്ലാഹ് ജമാലുദ്ദീൻ ഇബ്നു യൂസുഫ് ഇബ്നു അഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഹിഷാം അൽ അൻസാരി അൽ മിസ്രി. ഇബ്നു ഹിഷാം എന്നാണ് ചുരുക്കി പറയാൻ. ഇബ്നു ഹിഷാം, ഇബ്നു ഹിഷാം തങ്ങൾ എന്നാണ് ഈ നഹ്വിന്റെ വിഷയത്തിൽ അറിയപ്പെട്ടത്. ആ ആളുകളൊക്കെ ഇബ്നു ഹിഷാം പറഞ്ഞു, ഇബ്നു ഹിഷാം ഇന്ന അഭിപ്രായക്കാരനാണ് എന്നാണ് പറയാൻ. വലിയ പണ്ഡിതനാണ്. അതാണ് നമ്മളെ ഖത്തറുന്നതയില് മത്തിന് എഴുതിയത്. മത്തിന് ആ കട്ടിയുള്ള നമ്മൾ ഫത്തുൽ മീനിലൊക്കെ ഉള്ളതുപോലെ മത്തിന് എഴുതിയത് ഇബ്നു ഹിഷാം തങ്ങളാണ്. ജനനം അതിൽ കാണാം 708 ഹിജറ 708 ജനിച്ചു, 761 വഫാത്തായി. 53 വയസ്സായിരുന്നു. ഹിജറ 708 ജനിച്ച് 61 വഫാത്തായി. ജനിച്ച സ്ഥലം ഈജിപ്തിലെ കൈറോയിലാണ്. കാഹിറ എന്നാണ് അറബിയിൽ എഴുതുക. കൈറോയിലാണ് ഈജിപ്തിൽ ജനിച്ചത്. അദ്ദേഹം നഹ്വിലെ വലിയൊരു പണ്ഡിതനാണ്. അവിടെ ആലിമുൻ ഫി ഇൽമിൻ നഹ്വി മിൻ കിബാരി നുഹാത്തി അസ്രിഹി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഹ്വ് തിരിയുന്ന, നഹ്വിൽ ഗ്രാമറിൽ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഉസ്താദുമാരിൽ പ്രമുഖനാണ് അഷിഹാബ് അബ്ദുൽ ലത്തീഫ് ബിനുൽ മർഹൽ. ഷിഹാബ് അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ പേര് കേട്ടോ. ഇബ്നു സിറാജ് എന്നും പറയും ഉസ്താദിന്റെ പേര്, ഇബ്നു സിറാജ്. ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു, പിന്നെ ഹംബലി മദ്ഹബിലേക്ക് മാറി. ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു, പിന്നെ എന്ത് ചെയ്തു? ഹംബലി മദ്ഹബിലേക്ക് മാറി. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരൻ, ഈ ഭാഗമാണ് പറയണേ. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരൻ ഇബ്നു ഖൽദൂൻ, നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇബ്നു ഖൽദൂന്റെ, വലിയ ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങള് മൊറോക്കോയിലായപ്പോൾ അറബി ഭാഷയിൽ ഏറ്റവും വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, സീബവൈഹി എന്നവർ. അദ്ദേഹത്തെക്കാളും കൂടുതൽ ഗ്രാമർ തിരിയുന്ന, ഗ്രാമർ മനസ്സിലാകുന്ന വലിയൊരു നഹ്വി പണ്ഡിതൻ മിസ്റിലുണ്ട്, അത് ഇബ്നു ഹിഷാമാണ് എന്ന് ഈ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം വലിയ സ്ഥാനത്തുള്ള ആളാണെന്ന് കാണിക്കാനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കിതാബുകളാണ് ഈ കാണുന്നത്. ക്ലിയർ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഇത് ഡോക്യുമെന്റ് അതിലുണ്ട്. അപ്പൊ ഞാനൊന്ന് അത് ഡോക്യുമെന്റ് നിങ്ങൾ നോക്കുമ്പോൾ വായിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കിതാബുകളാണ് ഈ കാണുന്നത്. അൽ ഇഅ്റാബ് അൻ ഖവാഇദിൽ ഇഅ്റാബ്, അൽ അൽഗാസ്, ഔലഹുൽ മസാലിക് ഇലാ അൽഫിയത്ത് ഇബ്നു മാലിക്. നമ്മൾ അൽഫിയ ദർസിലൊക്കെ ഓതുന്നുണ്ടല്ലോ, അൽഫിയൊക്കെ തുടങ്ങിയിരുന്നില്ലേ? ആ അൽഫിയക്ക് ഒരു ഷർഹ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ, വളരെ സഹിലാണ്, നല്ല എളുപ്പമുള്ള ഒരു അൽഫിയ കിതാബാണത്. ഔലഹുൽ മസാലിക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. ഷുദൂറു ദഹബ്, ഷറഹു ബാനത്ത് സുആദ്, ഖത്തറുൻ നദാ വ ബല്ലു സദാ. അതാണ് നമ്മളെ കിതാബ് കേട്ടോ. നമ്മളിപ്പോൾ എഴുതിയ കിതാബ് ഇതാണ്, നമ്മൾ ഓർമ്മ കിതാബ് ഇതാണ്. അതുപോലെ ഷറഹുൽ ലംഹത്തി ലി അബി ഹയ്യാൻ, മുഗ്നിൽ ലബീബ് അൻ കുത്തുബിൽ ആരിഫ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കിതാബുകളാണ്. 761 വെള്ളിയാഴ്ച രാവ് ദുൽഖഅദ് മാസമാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഓക്കെ,
ദുൽഖഅദ് മാസം റജബ് ദുൽഖഅദ് മാസം വെള്ളിയാഴ്ച രാവിലാണ് 761 അദ്ദേഹം വഫാത്താകുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറഞ്ഞൊരു പരിചയപ്പെടൽ, ചെറിയ രൂപത്തിലൊരു പരിചയപ്പെടൽ. അപ്പം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് മനസ്സിലാവുമ്പോഴാണല്ലോ നമുക്ക് ഈ കിതാബ് ഓതാനും ഇതിനൊക്കെ ഒരു താല്പര്യം കൂടുക. അതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞാണ്. പിന്നെ ഈ ഷറഹ് എഴുതിയത് അഷൈഖ് അല്ലാമ ഉസ്മാൻ ഇബ്നു ജമാലുദ്ദീൻ അൽ മഅബരി അൽ ഫുന്നാനി, പൊന്നാനിക്കാരനാണ്. കേരളത്തിലെ പൊന്നാനിക്കാരനായ ഷെയ്ഖ് ഉസ്മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ജനനം 910 991, 910 ജനിച്ചു, 991 വഫാത്തായി. ഏകദേശം 1583 കൊല്ലവർഷം, ഇംഗ്ലീഷ് വർഷപ്രകാരം 1583. ഏകദേശം ഇപ്പം എത്രയായി? ഒരു 500 കൊല്ലം അല്ലേ? 500 കൊല്ലമൊക്കെ കഴിഞ്ഞു. 500 കൊല്ലം അടുത്താവുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദ് ഇതാ വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. വലിയ സൈനുദ്ദീൻ മഖ്ദൂം. നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രണ്ടാളുണ്ടല്ലോ, ചെറുത് വലുത്. വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ മറവട്ട് കിടക്കുന്ന, നമ്മൾ സിയാറത്തൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മരുവനുമാണ്, മകളെ കല്യാണം കഴിച്ച ആളും. അപ്പൊ ഉസ്താദും ശിഷ്യനുമാണ്, അമ്മോസനും മരുവനുമാണ്. അദ്ദേഹത്തിന്റെ മക്കളിൽ പ്രധാനപ്പെട്ട അൽ മഖ്ദൂം റാബി, മഖ്ദൂം നാലാമൻ. അങ്ങനെ ഒരു അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മക്കളിൽ പ്രസിദ്ധനാണ് അൽ മഖ്ദൂം റാബി. അദ്ദേഹത്തിന്റെ പ്രധാന കിതാബാണ് നമ്മൾ ഷറഹായിട്ട് ഓതുന്നത്. അതിന്റെ പേര് ഇപ്പൊ നമ്മൾ ഓതുന്ന കിതാബിന്റെ ഷറഹിന്റെ പേര് ഐനുൽ ഹുദ ഷർഹു ഖത്റുൻ നദ എന്നാണ്. ഐനുൽ ഹുദ ഷർഹു ഖത്റിൻ നദ, ഇതാണ് നമ്മളെ കിതാബിന്റെ പേര്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അദ്ദേഹം വഫാത്തായത് 991. നേരത്തെ പറഞ്ഞല്ലോ 991 വഫാത്ത്. പൊന്നാനിയിൽ തന്നെയാണ് ഖബറും. പൊന്നാനിയുടെ വടക്ക് ഭാഗത്ത്, അല്ല തെക്ക് ഭാഗത്ത്, പള്ളിയുടെ തെക്ക് ഭാഗത്ത് ആണ് ഖബറുള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷെയ്ഖ് ഉസ്മാൻ ഖത്റുന്നദയുടെ ഷർഹ് എഴുതിയ വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ അവിടെയും സിയാറത്ത് ചെയ്യുന്നത് നല്ലതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?